ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു അരയന്നത്തിൻ്റെ ഒരു അടിപൊളി ഷോ പീസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും. വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോകാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം ഞാൻ ഒരു കാർഡ്ബോർഡിൽ മോൾഡിന് പകരം ഒരു ചെറിയൊരു പാത്രം കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പാത്രത്തിൻ്റെ ആദ്യ റൗണ്ട് വരച്ചിട്ട് അതിൻ്റെ ചുറ്റാതെ ഒരു 4 ഇഞ്ച് വീതിക്ക് വേറൊരു റൗണ്ട് കൂടെ വരയ്ക്കുക. ആ റൗണ്ടിൻ്റെ വെളി സൈഡിൽ കൂടെ അതിൻ്റെ വാലും ചിറവും കൂടെ നമുക്ക് വേണ്ട ഒരു ഷേപ്പിൽ വരച്ചെടുത്തിട്ട് നമ്മൾ പ്ലാസ്റ്റിക് പാത്രം ഒരു പ്ലാസ്റ്റിക് കവറിനകത്താക്കിയിട്ട് നമുക്ക് അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് തന്നെ വയ്ക്കാം, സെൻറ്ററിൽ വരച്ച റൗണ്ടിനകത്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വേണ്ടത് വൈറ്റ് സിമൻറ്റും വെള്ളവും പിന്നെ കുറച്ച് ഫെവിക്കോൾ വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ അതൊരു മീഡിയം കട്ടിക്ക് കലക്കിയിട്ട് നമുക്ക് ആ മോൾഡിന് ചുറ്റാതെ നല്ലവണ്ണം ഏകദേശം ഒരു 4 ഇഞ്ച് കനം വരത്തക്ക രീതിയിൽ തേച്ച് പിടിപ്പിക്കാം. എല്ലാ സൈഡിലും വെച്ചിട്ട് നമുക്ക് അതിൻ്റെ പൊക്കം എത്ര വേണോ കൊടുക്കാം. അപ്പോൾ കൈ കൊണ്ട് തന്നെ എല്ലാം തേച്ച് ഒതുക്കി എടുത്തിട്ട് എല്ലാം ഒരു റൗണ്ട് ഷേപ്പ് വരത്തക്ക രീതിയിൽ നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കുക. ഈ പൊക്കത്തിന് വേണമെങ്കിൽ എത്ര വേണോ അതിൻ്റെ ഏറ്റവും മുകൾ സൈഡിൽ നല്ല കട്ടിക്ക് തന്നെ വെച്ച് കൊടുക്കും. അപ്പോൾ നമുക്ക് ഇച്ചിരി കൂടെ പൊക്കം കിട്ടും. അപ്പം എടുത്ത പാത്രം നമ്മൾ എടുക്കുന്ന പാത്രത്തിൻ്റെ സൈസ് കണക്കിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അതിൻ്റെ ചെറിയ ചിറകുകളൊക്കെ കൈ കൊണ്ട് തന്നെ വാരി വയ്ക്കാം. നമ്മൾ ആ വരച്ചിട്ടുണ്ട് ആ വരയുടെ ആകൃതിയിൽ കൈ കൊണ്ട് തന്നെ കട്ടിക്ക് വാരി വയ്ക്കാം. അപ്പം അതെല്ലാം ഉണങ്ങിയിട്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ കൈ വെള്ളത്തിൽ ഒന്ന് മുക്കിയിട്ട് നല്ലവണ്ണം ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ എവിടെയെങ്കിലും ഒട്ടിച്ചേരാനുണ്ടെങ്കിൽ ഒട്ടിച്ചെടുക്കുക. പിന്നെ അതിൻ്റെ കറക്റ്റ് കഴുത്ത ഭാഗം സെറ്റ് ചെയ്യാൻ വേണ്ടി അവിടെ ഒന്ന് വരച്ച് വെച്ചിട്ടുണ്ട്. വരച്ച് കുറച്ച് ഭാഗം കട്ട് ചെയ്തെടുത്ത് കളയാം. അപ്പം പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ വൈറ്റ് സിമൻറ്റ് തേച്ച് പിടിപ്പിക്കുമ്പോൾ ഒരു ദിവസം തന്നെ തേച്ച് പിടിപ്പിക്കുന്നതാണ് നല്ലത്. രണ്ടാമത് അടുത്ത ദിവസം നമുക്ക് അതിൻ്റെ മുകൾ സൈഡിൽ കൂടെ കനം ഒട്ടിച്ചേർത്താൽ ചിലപ്പോൾ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. പൊട്ടിപ്പോകത്തില്ല, പൊട്ടൽ വീഴും. അപ്പോൾ അത് നല്ലവണ്ണം ഉണങ്ങിയതിന് ശേഷം നമുക്ക് അതിനകത്ത് വെച്ചിരിക്കുന്ന പാത്രവും കവറും എല്ലാം വലിച്ചെടുത്ത് കളയാം. അപ്പോൾ പാത്രം എല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ തടുപ്പുകളൊക്കെ നമുക്ക് ഒരു കത്തി ഉപയോഗിച്ച് തന്നെ നല്ലവണ്ണം ചുരണ്ടി വൃത്തിയാക്കിയിട്ട് 80-ൻ്റെ പേപ്പർ, അപ്പോൾ ആ പേപ്പറിട്ട് നല്ലവണ്ണം ഒന്ന് തേച്ച് ഫിനിഷ് ചെയ്തെടുക്കാം. പേപ്പറിട്ട് ഒരുവിധം ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ വേണ്ടത് നമുക്കൊരു ഇച്ചിരി കട്ടി കുറഞ്ഞൊരു കമ്പിയാണ്. അപ്പോൾ ആ കമ്പിയും പിന്നെ വേണ്ടത് പഴയ കുറച്ച് കോട്ടൺ തുണിയും വൈറ്റ് സിമൻറ്റ് ഒരു ശകലം ലൂസിന് മിക്സ് ചെയ്തതും. എന്നിട്ട് ആ കമ്പിയുടെ പുറ സൈഡിൽ എല്ലാ സൈഡിലും വൈറ്റ് സിമൻറ്റിൽ തുണി മുക്കിയിട്ട് നല്ലവണ്ണം ചുറ്റിക്കെട്ടാം. അപ്പോൾ ചുറ്റിക്കെട്ടിയതിന് ശേഷം നമുക്ക് കഴുത്തിൻ്റെ ഭാഗം, കഴുത്തും തലയുടെ ഭാഗവും സെറ്റ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ ആ കട്ട് ചെയ്ത ഭാഗത്ത് ആ കമ്പി നല്ലവണ്ണം വെച്ചിട്ട് അവിടെ കുറച്ച് വൈറ്റ് സിമൻറ്റ് കട്ടിക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ തേച്ച് പിടിപ്പിച്ച് ഏകദേശം 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 1.5 മണിക്കൂറൊക്കെ കഴിയപ്പോഴും നല്ല സെറ്റാവും. വൈറ്റ് സിമൻറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് സെറ്റാവും. അപ്പോൾ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിനെടുത്ത് തിരിച്ച് വെച്ചിട്ട് കൈ കൊണ്ട് തന്നെ ആ കഴുത്ത് ഭാഗം നമുക്ക് വേണ്ട വണ്ണത്തിന് കട്ടിക്ക് വൈറ്റ് സിമൻറ്റ് കലക്കിയിട്ട് നല്ലവണ്ണം കൈ കൊണ്ട് തന്നെ കോരി തേച്ച് പിടിപ്പിക്കുക.
കഴുത്ത് ഭാഗമൊക്കെ ആദ്യത്തെ ലെയർ തേച്ച് പിടിപ്പിച്ചിട്ട് ഏകദേശം ഒരു അരമണിക്കൂർ വിട്ട് കുറേശ്ശെ തേച്ച് പിടിപ്പിക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു കനം കിട്ടും. എന്നിട്ട് തലയുടെ ഭാഗവും എല്ലാം കൈകൊണ്ട് തന്നെ കുറേശ്ശെ കൈകൊണ്ട് തേച്ച് പിടിപ്പിച്ച് തലയുടെ ഭാഗവും ആ ചുണ്ടിൻ്റെ ഭാഗമൊക്കെ കുറേശ്ശെ കനം ഒട്ടിച്ച് ചേർത്ത് കനം കൂട്ടിയെടുക്കാം. തലയുടെ ഭാഗമൊക്കെ ഒട്ടിക്കാൻ വേണ്ടി മാത്രം ഞാൻ ചെറിയ കരണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് ചെറുതായിട്ടൊന്ന് നമുക്ക് വേണ്ട വണ്ണത്തിന് തേച്ച് പിടിപ്പിച്ചെടുക്കാം. ഇപ്പോൾ കഴുത്തിൻ്റെ ഭാഗമൊക്കെ ഏകദേശം ഒരു വണ്ണം കിട്ടത്ത രീതിയിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും നല്ല ഉണങ്ങിയില്ലെങ്കിൽ മാത്രം നമുക്കൊരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത ലെയർ ഒട്ടിക്കാൻ വേണ്ടി വീണ്ടും അതിൻ്റെ തലയുടെ ഭാഗമൊക്കെ വേണമെങ്കിൽ എവിടെയെങ്കിലും വലിയ തടുപ്പൊക്കെ ഉണ്ടെങ്കിൽ കരണ്ടിക്കൊന്ന് ചെത്തിക്കളഞ്ഞിട്ട് അടുത്ത സെക്കൻഡ് ലെയറും കൂടെ ഒട്ടിച്ചു കൊടുക്കും. അപ്പം ഇതെല്ലാം സെറ്റ് ചെയ്യുന്നത്, കഴുത്ത് ഭാഗം സെറ്റ് ചെയ്യുന്നത് പിറ്റേ ദിവസം ഒരു ദിവസം തന്നെയാണ്. ഫസ്റ്റ് മോൾഡ് ഉണ്ടാക്കാൻ ഒരു ദിവസം. അപ്പം വൈറ്റ് സിമൻറ്റ് തേച്ച് പിടിപ്പിക്കപ്പം ഏകദേശം നമ്മൾ ഒട്ടിക്കുന്ന ഭാഗം ഒരു ദിവസം തന്നെ തേച്ച് ഒട്ടിക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ പൊട്ടൽ വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ അടുത്ത് കഴുത്തിൻ്റെ ഭാഗവും തലയുടെ ഭാഗവും ചുണ്ടിൻ്റെ ഭാഗമൊക്കെ സെക്കൻഡ് ലെയർ ഒട്ടിക്കുന്നത്. അപ്പോൾ അതും കൈകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ഒരു അളവിൽ നല്ലവണ്ണം കുറേശ്ശെ തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ കഴുത്തിൻ്റെ അടിഭാഗമൊക്കെ വണ്ണം കൂട്ടിയും മുകളിലോട്ട് പോകുന്ന ഭാഗം മാത്രം വണ്ണം കുറച്ചും ഒട്ടിക്കാൻ ശ്രമിക്കുക. കുറേശ്ശെ ഒട്ടിച്ച് വിരൽ കൊണ്ട് തന്നെ ഒരുവിധം ഷേപ്പ് വരുത്തുകയാണെങ്കിൽ നമുക്ക് പേപ്പർ പിടിക്കാനൊക്കെ നല്ല എളുപ്പമായിരിക്കും. അപ്പോൾ ചുണ്ടിൻ്റെ ഭാഗമൊക്കെ നമുക്ക് വീഡിയോ കാണും കണക്ക് തന്നെ ഏകദേശം ഒന്ന് വളച്ച് കുറേശ്ശെ തേച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഏകദേശം ഒന്ന് ഉണങ്ങാൻ വേണ്ടി ഒരു ദിവസം വെച്ചേക്കണം. എന്നിട്ട് ഒരു ദിവസം ഫുള്ളാ വെച്ചേക്കണ്ട, ഏകദേശം ഒരു 5-6 മണിക്കൂർ വെച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് കത്തി ഉപയോഗിച്ച് തന്നെ വലിയ തടുപ്പൊക്കെ ഒന്ന് ചുരണ്ടി വൃത്തിയാക്കിയിട്ട് 80-ൻ്റെ വലിയ പേപ്പർ കൊണ്ട് ഒരുവിധം ഒന്ന് തേച്ച് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പം ഒരു 6 മണിക്കൂറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കത്തി കൊണ്ടൊക്കെ പെട്ടെന്ന് ചുരണ്ടിയെടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഏകദേശം ഒരു 7-8 മണിക്കൂറായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ 80-ൻ്റെ പേപ്പർ തന്നെ നല്ലവണ്ണം എല്ലാ സൈഡിലും തേച്ച് പിടിപ്പിച്ച് ഒരുവിധം കിട്ടുന്ന ഫിനിഷിങ്ങിൽ നല്ലവണ്ണം ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഫസ്റ്റ് 80-ൻ്റെ പേപ്പർ ഇട്ടെന്ന് പറഞ്ഞ് നമുക്ക് ഏകദേശം ഫിനിഷിങ് കിട്ടണമെന്നില്ല. ഏകദേശം എവിടെയെങ്കിലുമൊക്കെ ചെറിയ ആയിട്ട് അടർന്നു പോയ ഭാഗങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അതിനുവേണ്ടി നമുക്ക് പിറ്റേ ദിവസം വൈറ്റ് സിമൻറ്റ് നല്ല ഒരു മീഡിയം കട്ടിക്ക് ബ്രഷിന് കോരി അടിക്കാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് കലക്കിയിട്ട് നമുക്ക് ഒരു 1-2 ലെയർ നല്ലവണ്ണം ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2 ലെയർ ആയിരുന്നാലും 3 ലെയർ ആയിരുന്നാലും നമുക്ക് എത്ര കട്ടിക്ക് വേണോ ഒന്നും കൂടെ ഇതിൻ്റെ പുറത്ത് തന്നെ വലിയ ഇതായിട്ട് എവിടെയെങ്കിലുമൊക്കെ കുഴിഭാഗമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അടഞ്ഞു പോകാൻ വേണ്ടി ബ്രഷ് ചെയ്ത് കൊടുക്കാം. ബ്രഷ് ചെയ്തിട്ട് അടുത്ത് ഫിനിഷിങ് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്ന പേപ്പർ 240-ൻ്റെയാണ്. അപ്പോൾ 240-ൻ്റെ പേപ്പറും കൂടെ ഒരു ലെയർ നല്ലവണ്ണം തേച്ച് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഫിനിഷ് ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന പേപ്പർ 220-ൻ്റെയാണ്, 240 എന്നാണ് പറഞ്ഞത്. അപ്പോൾ 220-ൻ്റെ പേപ്പർ ഇട്ടാണ് നല്ലവണ്ണം തേച്ച് ഫിനിഷ് ചെയ്തെടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ഭാഗം എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ണിൻ്റെ ഭാഗം ഒന്ന് വരച്ചെടുക്കുക എന്നാണ്. അതിനുവേണ്ടി ഒരു പെൻസിൽ വെച്ച് കണ്ണിൻ്റെ ഭാഗം ആദ്യം ഒന്ന് വരച്ചിട്ട് നമുക്ക് നല്ലൊരു മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ച് അവിടെ നല്ലവണ്ണം കുഴിച്ചെടുക്കാം. അതിൻ്റെ ആ സെൻറ്റർ ഭാഗത്ത് മാത്രം ചെറിയൊരു റൗണ്ടിന് വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗം നല്ലോണം കുഴിച്ച് ചെറുതായിട്ട് ചുരണ്ടി ഇടുക. അത് കഴിഞ്ഞിട്ട് ചെറിയ പേപ്പർ ഉപയോഗിച്ച് അതിനകമൊക്കെ ഒന്ന് ഷേപ്പ് വരുത്താൻ വേണ്ടി നല്ലോണം തേച്ച് ഒരു ഫിനിഷ് ചെയ്തെടുക്കുക.
ഇപ്പോൾ പേപ്പറെല്ലാം പിടിച്ച് കഴിഞ്ഞ് ഇനി അടുത്ത് നമുക്ക് പെയിൻറ്റാണ്. അപ്പം ഇവിടെ ഞാൻ എടുത്തേക്കുന്ന ആദ്യത്തെ കോട്ട് പെയിൻ്റ് എന്ന് പറഞ്ഞാൽ ആക്രിലിക്കിൻ്റെ വൈറ്റ് കളറാണ്. അപ്പോൾ വൈറ്റ് കളർ ആക്രിലിക്കിൻ്റെ 1-2 കോട്ട് നമുക്ക് ആ ചുണ്ട് ഭാഗം ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗത്തും ഒരു 2 കോട്ട് നല്ലവണ്ണം ടച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ 2 കോട്ട് അടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇനി അടുത്ത് നമുക്ക് കളർ വരുന്നതെന്ന് പറഞ്ഞാൽ ചുണ്ട് ഭാഗത്താണ്. അതിലടിക്കാൻ വേണ്ടി ആക്രിലിക്കിൻ്റെ ഗോൾഡ് കളറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആ ചുണ്ട് ഭാഗത്തൊക്കെ ആക്രിലിക്കിൻ്റെ ഗോൾഡ് ഒരു 2 കോട്ട് ടച്ച് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കണ്ണിനകത്ത് ആ റൗണ്ടിനകത്ത് മാത്രം ആക്രിലിക്കിൻ്റെ ബ്ലാക്ക് കളർ പെയിൻറ്റ് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഗുഡ് ബൈ.